കണ്ണൂർ കൊട്ടിയൂർ ഉത്സവത്തിലെ ഏറ്റവും വലിയ കൗതുകമാണ് കൊട്ടിയൂരിൽ മാത്രം ലഭിക്കുന്ന ഓടപ്പൂ. ദർശനം കഴിഞ്ഞ് മടങ്ങുന്നവർ ഓടപ്പൂവ് ഒരെണ്ണമെങ്കിലും സ്വന്തമാക്കിയിരിക്കും. കൊട്ടിയൂർ ദർശനത്തിന്റെ സന്തോഷം കൊട്ടിയൂരിൽ എത്തിയവരുമായി പങ്കിടാൻ ഓടപ്പൂവ് സമ്മാനമായി നൽകുകയും ചെയ്യും. ഭൃഗുമുനിയുടെ വെളുത്ത താടിയായാണ് ഓടപ്പൂവ് ഓർമ്മിപ്പിക്കുന്നത്. ഓടപ്പൂവിന്റെ നിർമ്മാണം ഏറെ അധ്വാനമുള്ള ജോലിയാണ്. ഓട വെള്ളത്തിലിട്ട ശേഷം എടുത്ത് ഇടിച്ച് ചതച്ച ശേഷം വീണ്ടും വെള്ളത്തിലിട്ട് കറകളയും. കറ കളയാത്ത പക്ഷം പൂവിന് മഞ്ഞ നിറം ഉണ്ടാവും. വീണ്ടും അത് പിഴിഞ്ഞെടുത്ത് പൂവിന്റെ രൂപത്തിലാക്കിയാണ് ദർശനത്തിനെത്തുന്ന ഭക്തന്മാർക്ക് നൽകുന്നതിനായി സൂക്ഷിക്കുന്നത്. ദിവസങ്ങളുടെ അധ്വാനം വേണം ഓടപ്പൂവ് നിർമ്മിക്കാൻ. ഒരു കാലത്ത് പരക്കെയുണ്ടായിരുന്ന ഓടക്കാടുകൾ കൊട്ടിയൂരിൽ നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞു. കൊട്ടിയൂർ ഭഗവാനെ ആദിവാസികൾ വിളിക്കുന്നത് തന്നെ ഓടക്കാടച്ചൻ എന്നാണ്. ദക്ഷയാഗത്തിന് നേതൃത്വം നൽകിയ ഭൃഗുമുനിയുടെയും മറ്റ് മുനിമാരുടെയും താടിരോമങ്ങളാണ് ഓടപ്പൂവ് എന്നാണ് കരുതപ്പെടുന്നത്. ഓടപ്പൂ എന്ന് പറയുന്നത് കൊട്ടിയൂർ പെരുമാളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസാദമാണ്. ഇത് നിലവിലെ ദക്ഷയാഗം നടന്ന ഭൂമി ആയതുകൊണ്ട് തന്നെ വീരഭദ്രം വരുന്ന സമയത്ത് ദക്ഷയാഗം നടത്തിയ മുഖ്യ ആചാര്യൻ ഭൃഗുമുനിന്റെ താടി വലിച്ച് ഓടക്കാട്ടിൽ എറിഞ്ഞെന്നും അതിനുശേഷം ആണ് ഈ ഓടപ്പൂ ഭക്തജനങ്ങൾ മുഖ്യ പ്രസാദമായിട്ട് കൊണ്ടുപോയി തൂക്കുന്നത്. ഈ ഓടപ്പൂ എന്ന് പറയുന്ന ഒരു വർഷം നമ്മുടെ കുടുംബത്ത് ശിവചൈതന്യം നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയും നമ്മുടെ കുടുംബം ശിവന്റെ പരിരക്ഷണയിൽ നിൽക്കുന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഓടപ്പൂ ഭക്തജനങ്ങളൊക്കെ പ്രസാദമായ രീതിയിൽ വാങ്ങിച്ചുകൊണ്ട് പോയി വീടിൻ്റെ മുൻവശങ്ങളിലും അതുപോലെ വാഹനങ്ങൾ അതുപോലുള്ള പ്രധാനപ്പെട്ട കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ മുമ്പിൽ തൂക്കുന്ന ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഓടപ്പൂ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഓടയിൽ നിന്ന് പറിക്കുന്ന പൂവല്ല, വനാന്തരങ്ങളിലുള്ള ചതുപ്പ് നിലങ്ങൾ വളരുന്ന ഞങ്ങളുടെ ഭാഷയിൽ നീലക്കള്ളി എന്ന് വിളിക്കപ്പെടുന്ന പ്രത്യേകതര ഓട, മുള പൊട്ടാത്ത ഇല വിരിയാത്ത ഓട ഞങ്ങളത് അവിടെ ഫോറസ്റ്റിൽ ശേഖരിച്ചു കൊണ്ടുവന്ന് ഒരു 10-12 പ്രൊസീജിയറോടെ കടന്നു പോയി കഴിഞ്ഞാൽ മാത്രമേ ഈ ഓട പൂവായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഓട ആദ്യം വനാന്തരങ്ങൾ ശേഖരിച്ച് ഇവിടെ കൊണ്ടുവന്ന് അതിൻ്റെ നീലക്കറുള്ള അല്ലെ പച്ചക്കറുള്ള തൊലി ചുറ്റി വൃത്തിയാക്കി അത് ഒരു പ്രത്യേക രീതിയിൽ ചതച്ച് വെള്ളത്തിലിട്ട് അതിൻ്റെ കറയെല്ലാം കളഞ്ഞതിന് ശേഷം വീണ്ടും ഒരു നീളമുള്ള ഒരു സൂചി പോലും ആയതുകൊണ്ട് ഞങ്ങൾ അതിന് പറയുന്ന പേര് മുള്ളെന്നാണ് പറയുക. ആ മുള്ള ചീകി അതിനകത്തുള്ള പൊടിയും അതിനുള്ള ചോറും അതുപോലെ എല്ലാം കളഞ്ഞതിന് ശേഷം വീണ്ടും വെള്ളത്തിലിട്ട് ബാക്കിയുള്ള കറയും കൂടി കഴിഞ്ഞ് പിഴിഞ്ഞെടുത്ത് വള്ളിയാക്കി എടുത്തതിന് ശേഷമാണ് ഇത് പ്രസാദമായിട്ട് ഭക്തർക്ക് കൊടുക്കുന്നത്. ഇതേ സാധനം കൊട്ടിയൂർ ലോകത്തിൽ കൊട്ടിയൂർ പെരുമാളിന്റെ പ്രസാദമായിട്ട് കൊടുക്കുന്ന ഒരേ ഒരു സംവിധാനം കൊട്ടിയൂർ ക്ഷേത്രം മാത്രമേ ഉള്ളൂ. കൊട്ടിയൂർ ക്ഷേത്രം തന്നെ നിങ്ങൾ വന്നാൽ കണ്ടാൽ അറിയാം. കൊട്ടിയൂർ ക്ഷേത്രം എന്ന് പറയുന്നത് വലിയ മണിമന്ദിരങ്ങളും മാളികളും ഒന്നുമല്ല. പ്രകൃതിയോട് ഇണങ്ങി പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരേ ഒരു ക്ഷേത്രം, ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരേ ക്ഷേത്രം ശിവക്ഷേത്രം എന്ന് പറയുന്നത് കൊട്ടിയൂർ അമ്പലം മാത്രമാണ്. ഇവിടെ ഒരു വർഷത്തിൽ 28 ദിവസം മാത്രമേ അക്കരെ ഭക്തജനങ്ങൾക്ക് പ്രവേശനമുള്ളൂ. നിലവിൽ 1023 ദിവസം മാത്രമേ ലേഡീസ് പ്രവേശനമുള്ളൂ. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള 4 ദിവസം ആളുകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ശിവഭൂതഗണങ്ങളുടെ തലവൻ വീരഭദ്രനും സംഘവും യാഗം തകർക്കാനെത്തിയപ്പോൾ ഭൃഗുമുനിയുടെയും മറ്റു മുനിമാരുടെയും താടിരോമങ്ങൾ പിഴുതെറിഞ്ഞതാണ് ഓടപ്പൂവായി മാറിയതെന്നാണ് കരുതപ്പെടുന്നത്. കൊട്ടിയൂരിൽ വൈശാഖ ഉത്സവത്തിനെത്തുന്ന ഭക്തർക്ക് ഓടപ്പൂവ് ഒരു കൗതുകമാണ്. കൊട്ടിയൂരിന്റെ മാത്രം പ്രത്യേകതയല്ല, അടുത്ത വർഷം വൈശാഖ മാസം വരെയുള്ള ഐശ്വര്യത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്.